വെൽക്കം ബാക്ക്. ഐഷോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് 4 വ്യത്യസ്ത രീതിയിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടെയുണ്ട്. അതുകൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന 4 വ്യത്യസ്ത രീതിയിലും കളറിലും ഒക്കെ ഉള്ള നാരങ്ങ വെള്ളം. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്കാണ് നാരങ്ങ വെള്ളം. എല്ലാവരുടെ വീട്ടിലും ചെറുനാരങ്ങ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഈ നാരങ്ങ വെള്ളം സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാവും. പിന്നെ ടേസ്റ്റിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, നാരങ്ങ വെള്ളം തന്നെ ടേസ്റ്റിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കും സന്തോഷമാണ്, കുടിക്കുന്ന ആൾക്കും സന്തോഷമാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഒരു നാച്ചുറൽ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയ കഷ്ണം മാത്രമേ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പോ അല്ലെങ്കിൽ 1/2 കപ്പോ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. ബീട്രൂട്ട് നമ്മൾ നേരിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു വല്ലാത്തൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തിളപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് തിളയ്ക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ പോവുള്ളൂ. നമുക്ക് ആ കളറ് മാത്രം മതി, ആ ടേസ്റ്റും ഫ്ലേവറൊന്നും വേണ്ട. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ജ്യൂസ് ഒന്നും അടിക്കുന്നില്ല, വെള്ളം മാത്രം മതി നമുക്കിതിലേക്ക്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ അതൊന്ന് അരിച്ചെടുക്കാം, ആ വെള്ളം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ചൂടാറിയ ശേഷം എടുത്തു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇതിന് ഒരു ടേസ്റ്റും ഇല്ല, ഒരു മണം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എല്ലാ റെസിപ്പീസിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഐസ് ക്യൂബ്സ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ ഒരു മോൾഡിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. മറ്റേ ഐസ് ക്യൂബ്സിൻ്റെ ട്രേയിൽ മൊത്തം ഐസ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു മോൾഡിലാണ് വെക്കുന്നത്. അപ്പോൾ 4 ക്യൂബ്സ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ ഒരു റെസിപ്പിയിലേക്ക് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നല്ല ഐസാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള വെള്ളം നമുക്ക് വേറെ ഇതുപോലെ റെഡ് ഫുഡ് കളർ ചേർക്കുന്ന ഏതെങ്കിലും റെസിപ്പീസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേരുവകൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം റെഡിയാക്കി വെക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡ്രിങ്ക്സ് റെഡിയാക്കാൻ പറ്റും. ഇതുപോലെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തിട്ട് അത് വെള്ളം മാത്രം സ്ട്രെയിൻ ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമുക്കിത് ഐസ് ക്യൂബ്സ് റെഡിയാക്കാനും എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഞാൻ ഒരു റെസിപ്പിയിൽ ടോപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓറഞ്ചിൻ്റെ നീരാണ്, ഓറഞ്ച് ജ്യൂസ് അല്ല, അതിൻ്റെ നീര് മാത്രമാണ്. ഒരു ഓറഞ്ച് ചെറുനാരങ്ങൊക്കെ പിഴിഞ്ഞെടുക്കുന്ന പോലെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ നീര് മാത്രമാണ്, അതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്, ഇത്രയും നീര് കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് ഈ 4 ഡ്രിങ്ക്സിലേക്കും മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ചെറുനാരങ്ങയുടെ നീരാണ്. ഇത് ഞാൻ 2 വലിയ ലൈം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സ്ക്യൂസ് ചെയ്ത് വെച്ചതാണ്. അതിലെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ചെറുനാരങ്ങയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ വേണ്ടി വരും ഇത്രയും ഡ്രിങ്ക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുനാരങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ 2 വലിയ ലൈമാണ് എടുത്തിട്ടുള്ളത്, ഇതുപോലത്തെ 2 വലിയ ലൈമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളി നോക്കിയിട്ട് യൂസ് ചെയ്യുക, കൂടുതലോ കുറവോ ഒക്കെ ചിലപ്പോൾ വേണ്ടി വരുള്ളൂ. ഇനി വേണ്ടത് നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. ക്യാരറ്റ് ജ്യൂസ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയാം. അതായത് ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരിച്ചെടുത്ത വെള്ളമാണിത്. ആ വെള്ളമാണ് നമുക്കിപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഇത്രയും ക്യാരറ്റിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്.
പിന്നെ ഞാനിപ്പോൾ ഇതിലേക്കെല്ലാം മധുരത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗർ സിറപ്പാണ്. ഇതുപോലത്തെ ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കുമ്പോൾ ഷുഗർ സിറപ്പാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ചൂടാക്കി എടുത്താൽ മതി. പഞ്ചസാര അതിൽ അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അത് തണുപ്പിക്കാൻ വെക്കുക. ഇതുപോലെ സിറപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഡ്രിങ്ക്സ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് മാംഗോ ചില്ലി ലൈം എങ്ങനെ തയ്യാറാക്കി നോക്കാം. ഈ ഒരു നാരങ്ങ വെള്ളം മധുരവും എരിവും പുളിയൊക്കെ കൂടി ചേർന്നിട്ട് നല്ലൊരു കോമ്പിനേഷൻ ഡ്രിങ്കാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങ വേണം. പച്ചമാങ്ങ ഇതുപോലെ ചെറിയൊരു പീസേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം നമ്മളിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം മാത്രം പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. കാരണം എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ. നമ്മളിപ്പോൾ 1 ഗ്ലാസ് റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം പച്ചമുളക് മതി. പിന്നെ അതിലേക്ക് ഉപ്പ് വേണം, പഞ്ചസാര ആവശ്യത്തിന് എടുക്കുക. അതുപോലെ 1 പച്ചമുളക് ഞാൻ ഡെക്കറേഷനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുള്ള ആ പച്ചമുളക് ചേർക്കണ്ട കേട്ടോ. എരിവ് നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനും. പിന്നെ പഞ്ചസാര ഞാനിപ്പോൾ അല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. 1 ഗ്ലാസ് മാത്രമേ ഞാൻ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടിപ്പോയതുകൊണ്ട് പച്ചമാങ്ങ ഒന്നും വല്ലാണ്ട് അരഞ്ഞിട്ടില്ല. അപ്പോൾ മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ പച്ചമാങ്ങ ഒക്കെ. എന്നിട്ട് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക്. അപ്പോൾ പച്ചമാങ്ങ, പച്ചമുളക്, ഇഞ്ചി, പഞ്ചസാര, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ആ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജ്യൂസ് വെച്ചിട്ട് ഈ മാംഗോ ചില്ലി ലൈം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സെർവിങ് ഗ്ലാസ് റെഡിയാക്കി വെക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആണ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഒരു 2 3 ഒക്കെ മതി. അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഓരോ ഗ്ലാസ്സിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. അതിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള ഈ ജ്യൂസിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഈ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാൻ. അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മാംഗോ ചില്ലിയൊക്കെ കൂടിയിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മധുരവും പുളിയൊക്കെ പാകമാണോ നോക്കുക. ഇനിയിപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സബ്ജ സീഡ് സോക്ക് ചെയ്ത് വെച്ചതാണ്. പെട്ടെന്ന് സോക്കായി കിട്ടും. അത് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. സബ്ജ സീഡ് ഇല്ലെങ്കിൽ കസ്കസ്, നാട്ടിലൊക്കെ കസ്കസ് കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കസ്കസ് വാങ്ങിച്ചിട്ട് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു പച്ചമുളക് വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ചില്ലി ലൈം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എരിവ്, പുളി, മധുരം ഇതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ക്യാരറ്റ് ലൈം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഈ ഒരു നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റാണ് കുടിക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സെർവിങ് ഗ്ലാസ് ഒന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് ഒട്ടും നിർബന്ധമില്ല. ഗ്ലാസിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പഞ്ചസാരയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മളിതിൽ സെർവ് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുകയാണ്. 2 3 അല്ലെങ്കിൽ 4 5 ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ക്യാരറ്റ് ജ്യൂസ് അധികം തണുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐസ് ക്യൂബ്സ്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ അല്പം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളുടെ ഗ്ലാസിൻ്റെ വലുപ്പം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കതിലേക്ക് ഷുഗർ സിറപ്പ്, നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് മധുരത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ലൈം റെഡിയായി. വളരെ ഈസി അല്ലേ റെഡിയാക്കാൻ. അപ്പോൾ നമ്മൾ ഈ ക്യാരറ്റ് ജ്യൂസ് ഇതുപോലെ റെഡിയാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട്
ഈ ക്യാരറ്റ് ലൈം തയ്യാറാക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലൈം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, നല്ല ഹെൽത്തിയുമാണ്. നല്ല ചൂടിലൊക്കെ ഇതുപോലത്തെ ഒക്കെ ലൈം ഭയങ്കര റിഫ്രഷിങ് ഫീലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓറഞ്ച് ലൈം റെഡിയാക്കി എടുക്കാം. ഓറഞ്ച് ലൈം നേരത്തെ ക്യാരറ്റ് ലൈം റെഡിയാക്കിയ പോലെ തന്നെയാണ് ഓറഞ്ച് ലൈമും. പക്ഷേ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ കളറിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഓറഞ്ചിൻ്റെ പുളി മധുരമൊക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഓറഞ്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അധികം പുളിയില്ല. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതും മധുരമൊക്കെ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മധുരമൊക്കെ ഉണ്ടോ നോക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു യെല്ലോയിഷ് കളറാണ് ഈ ഓറഞ്ച് ലൈമിന്, നല്ല ടേസ്റ്റുമാണ്. ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടിൻ്റെ വെള്ളം തണുപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്തു കൊടുക്കുമ്പോൾ സെർവിങ്ങിൻ്റെ സമയത്ത് മാത്രം ചെയ്തു കൊടുക്കുക. ഇത് ചെയ്ത് വെച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ തന്നെ മാറിപ്പോവും, ഒരു റെഡ് കളർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സെർവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് കുടിക്കാൻ. അപ്പോൾ ഒരു റെഡിഷ് കളർ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത് കളറ് യെല്ലോയിഷ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം ചേർക്കാതിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് റെഡ് വെൽവെറ്റ് ലൈം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ചെറുനാരങ്ങയുടെ നീരും ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ബാക്കി മധുരത്തിനായിട്ടുള്ള ഷുഗർ സിറപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ റെഡ് വെൽവെറ്റ് ലൈം എന്നുള്ള പേര് ഞാൻ കൊടുത്ത പേരാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ബീട്രൂട്ട് ലൈം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാളും നമുക്കൊരു കുടിക്കാനൊരു ഇൻട്രസ്റ്റ് വരുന്നത് റെഡ് വെൽവെറ്റ് ലൈം എന്ന് പറയുമ്പോഴല്ലേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാ ചെറുനാരങ്ങയുടെ വെള്ളം തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ പാകമാണോ നോക്കാം. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത്, ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും ആ ഒരു നാരങ്ങ വെള്ളം കാണാൻ, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല, കളർ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ റെഡ് വെൽവെറ്റ് ലൈമും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4 വ്യത്യസ്ത രീതിയിലുള്ള ചെറുനാരങ്ങയുടെ വെള്ളം. ഇത് ക്യാരറ്റ് ലൈം, ക്യാരറ്റ് ജ്യൂസും ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ടുള്ള ഒരു ലൈമാണ്. കുടിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ സെയിം റെസിപ്പി വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഈ ഓറഞ്ച് ലൈമും. പക്ഷേ കുറച്ച് ഞാൻ വ്യത്യസ്തമാക്കി കൊടുത്തു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഓറഞ്ചിൻ്റെ ആ ഒരു കളറാണ് ഈ ഒരു ലൈമിന് ഭംഗി എന്നാണ്, അതായത് യെല്ലോയിഷ് കളറാണ് ഭംഗി എന്നാണ്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിഷ് കളർ തന്നെ ആയി മാറിയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ. പിന്നെ അടുത്തായിട്ടുള്ളത് എരിവും മധുരവും പുളിയൊക്കെ കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു ലൈമാണ്, മാംഗോ ചില്ലി ലൈം. പിന്നെ അടുത്തതായിട്ടുള്ളത് റെഡ് വെൽവെറ്റ് ലൈം. പേരിൽ തന്നെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുള്ള, കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ലൈമാണ്. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണത്. ഇപ്പോൾ ഈ റെഡ് വെൽവെറ്റ് ലൈം എന്ന് പേരിട്ട പോലെ ഞാൻ മുമ്പ് ഒരു ലൈം ജ്യൂസിന് ഒരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, പിങ്ക് ലൈം. അതിൻ്റെ കളർ ഒരു പിങ്ക് കളർ ആയതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടൊരു പേരായിരുന്നു പിങ്ക് ലൈം എന്ന്. ഞാനത് ഷെയർ ചെയ്യുന്ന സമയത്ത്, ആ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് പിങ്ക് ലൈം എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് പിങ്ക് ലൈം എന്നുള്ള പേരിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാനിട്ടൊരു പേരാണല്ലോ അത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ പിങ്ക് ലൈമിൻ്റെയും കൂടി കൂട്ടിയിട്ട് 5 വ്യത്യസ്തമായിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിങ്ക് ലൈമിൻ്റെ റെസിപ്പി ഇടാം, അപ്പോൾ അതും കൂടി ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്